അമ്മ എനിക്ക് വെള്ളം വേണം പറഞ്ഞപ്പോൾ അമ്മ അകത്ത് കയറി വെള്ളം എടുത്തിട്ട് വരുമായിരുന്നു. വെള്ളം കൊണ്ട് കൊടുത്തിട്ട് അമ്മ എനിക്ക് ശ്രമിച്ചപ്പം കൂടെ അടുക്ക നിന്നവർ തന്നെയാണ് പറഞ്ഞത് എനിക്ക് പറ്റാത്തൊരവസ്ഥയെന്ന് പറഞ്ഞത്. പോലീസ് പറയുന്നു ഒരു ഷീറ്റ് എന്തെങ്കിലും എടുത്തിട്ട് വരാൻ പറയുന്നു. അമ്മ ഷീറ്റ് എടുക്കാൻ പോയ നേരം കൊണ്ട് കൊണ്ടുപോയി എന്ന് അറിഞ്ഞു. അമ്മ ഈ നിമിഷം വരെ മോൻ മരിച്ചതായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല, ഞങ്ങളാരും അറിയിച്ചിട്ടില്ല. ഒരു സിസ്റ്റർ ഉള്ളത് വെള്ളയാണിയിലുള്ളതാണ്, വിളിച്ച് വരുത്തിയിട്ടുണ്ട്. അതിർത്തിയോട്ടുള്ള ബന്ധത്തിൻ്റെ ഇതിലായിരുന്നു, അവർ തമ്മിൽ വഴക്കായിരുന്നു. അന്നേരം ഈ മരിച്ച വ്യക്തി ഇപ്പം ഇത് കൃത്യം ചെയ്ത വ്യക്തിയെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ കേസും ഉണ്ടായിരുന്നു. അന്ന് ഈ പുള്ളി ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. ഒരു 7 മാസത്തിന് മുന്നേ അത് ആ ഒരു വ്യക്തി വൈരാഗ്യമാണ് ഇപ്പോൾ ഈ കാണുന്നത്. കാരണം ഇവർ തമ്മിലുള്ള കുടുംബ വഴക്കാണിത്, അല്ലാതെ ഇപ്പോൾ പാർട്ടിപരമായിട്ടോ അങ്ങനത്തെ ആ ഒരു ബന്ധമില്ല ഇതിന്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇവർ എപ്പോഴും ഉള്ളത് ഇവർ തമ്മിൽ ബന്ധുക്കളാണ്. അതെ അതെ. രാഷ്ട്രീയ പാർട്ടി ബന്ധമുണ്ടോ? ഇല്ല, അവര് രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു പാർട്ടിക്കാരൊക്കെ തന്നെയാണ്, പക്ഷേ പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധമില്ല ഇതിന്. ഇത് അവരുടെ കുടുംബ വഴക്ക്. അത് ഇവിടെ എല്ലാവർക്കും അറിയാമെന്നുള്ളത്, അവരുടെ വീട്ടുകാർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. അവര് നമ്മുടെ BJP-യിലുള്ളത് തന്നെയാണ്. ഇന്നിപ്പോൾ പുള്ളിയുടെ അമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ, അതായത് ഈ മരിച്ച വ്യക്തി വിശാഖ് ഇന്ന് വീട്ടിൽ ഭക്ഷണമൊന്നും വയ്ക്കാത്തതുകൊണ്ട് കൂട്ടാൻ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. എന്നും അമ്മയാണ് അങ്ങോട്ട് ഭക്ഷണം കൊണ്ട് കൊടുക്കാറ്. അപ്പോൾ ഇന്ന് പുള്ളി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞത് കൊണ്ട് വാങ്ങിയിട്ട് വരുമായിരുന്നു. അപ്പോൾ അമ്മ അന്നേരം മോനെ കാത്ത് അവിടെ നിൽക്കുമായിരുന്നു. അന്നേരം അവിടെ ഈ സംഭവം നടന്നു കഴിഞ്ഞായിരുന്നു. ആരോ പറഞ്ഞതനുസരിച്ച് അമ്മ വന്ന് നോക്കുമ്പോൾ മോൻ തറയ്ക്ക് വീണ് കിടക്കുകയോ ചെയ്ത്. അമ്മ ഓടിച്ചെന്നു, കൈക്ക് നന്നായിട്ട് പരുക്കുണ്ട്, ചതയൊക്കെ പുറത്ത് വന്നെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കാലിനും നന്നായിട്ട് പരുക്കുണ്ട്, എണീക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ അമ്മ എനിക്ക് വെള്ളം വേണം പറഞ്ഞപ്പോൾ അമ്മ അകത്ത് കയറി വെള്ളം എടുത്തിട്ട് വരുമായിരുന്നു. വെള്ളം കൊണ്ട് കൊടുത്തിട്ട് അമ്മ എനിക്ക് ശ്രമിച്ചപ്പം കൂടെ അടുക്ക നിന്നവർ തന്നെയാണ് പറഞ്ഞത് എണീക്കാൻ പറ്റാത്തൊരവസ്ഥയെന്ന് പറഞ്ഞത്. പോലീസ് പറയുന്നു ഒരു ഷീറ്റ് എന്തെങ്കിലും എടുത്തിട്ട് വരാൻ പറയുന്നു. അമ്മ ഷീറ്റ് എടുക്കാൻ പോയ നേരം കൊണ്ട് കൊണ്ടുപോയി എന്ന് അറിഞ്ഞു. അമ്മ ഈ നിമിഷം വരെ മോൻ മരിച്ചതായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല, ഞങ്ങളാരും അറിയിച്ചിട്ടില്ല. ഒരു സിസ്റ്റർ ഉള്ളത് വെള്ളയാണിയിലുള്ളതാണ്, വിളിച്ച് വരുത്തിയിട്ടുണ്ട്. സിസ്റ്ററോട് പറഞ്ഞു അമ്മയോട് ഇപ്പം പറയണ്ട പറഞ്ഞു. അടുത്ത് ഉണ്ടായിരുന്നു, ഇത് സംഭവം നടക്കുമ്പോൾ ഇവിടെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു അന്നേരം. അപ്പം പിടിച്ച് മാറ്റാൻ പറ്റാത്ത, കാരണം നമ്മൾ സിനിമയിലും ഒക്കെ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ നേരിട്ടാകുമ്പം സ്വാഭാവികമായിട്ടും എല്ലാവരും ഒന്ന് അറച്ചു പോകും. അത് ഇന്ന് ഞായറാഴ്ചയും കൂടെ കൊണ്ട് വലിയ തിരക്കും ഇല്ലാത്ത ഒരു സാഹചര്യമല്ലേ. അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയില്ല. അറിയുള്ളൂ, 1-2 വർക്കാവുന്നില്ല. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വിഷ്വൽ കിട്ടിയിട്ടുണ്ടെന്ന് നമ്മുടെ CPR-യുടെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. 2 ദിവസത്തിന് മുമ്പ് ഉണ്ടായ കാര്യം നമുക്കറിയില്ല. അതിന് മുന്നേ ഇച്ചിരി വിഷയമായിരുന്നു എന്ന് അറിയായിരുന്നു.